ഹലോ കേസ് എല്ലാവർക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നടന്ന സംഭവം. ഇതിന് കഥാനായികയുടെ പേര് നാൻസി എന്നാണ്. നാൻസി അതിസുന്ദരിയാണ്. ശരിക്കും പണ്ടത്തെ മംഗളം മനോരമ വാരികയിലെ നായികമാരുടെ അതേ അൻപതാവുന്നമാണ് നാൻസിക്കുള്ളത്. നാൻസിയെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. അതിനിപ്പം കൊച്ചുകുട്ടി പ്രായഭേദം ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നാൻസിയുടെ സൗന്ദര്യത്തെ നോക്കി മതിമറന്നു നിൽക്കും. അത്രയ്ക്ക് സുന്ദരിയാണ്. ആ സുന്ദരിയായ നാൻസിയുടെ കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത്. നാൻസി എല്ലാ തരത്തിലും ഒരു മോഡലാണ്. ചെറുപ്പത്തിൽ തന്നെ അനേകം കാമുകന്മാരും അവരോട് തടങ്ങുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും അവരോടൊത്ത് എല്ലാം പങ്കിടുന്നതിനൊന്നും ഒരു മടിയുമില്ലാത്ത ഡേറ്റിംഗ് നടത്തുന്ന അവരെ കാര്യം കഴിയുമ്പോൾ പുതിയ മേച്ചിൽ പോന്നിരുന്ന ഒരു മോഡേൺ പെൺകുട്ടിയാണ് നാൻസി. അതുകൊണ്ട് തന്നെ പുറത്തുകാരായിരുന്ന ആൾക്കാർക്ക് വലിയ താല്പര്യവും അഭിപ്രായമൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു നാൻസി. നാൻസിയുടെ അച്ഛൻ ഒരു മലയാളത്തിയമാണ്. അവരുടെ വീട്ടുപേര് പാലം ചോട്ടിൽ എന്നായിരുന്നു. അച്ഛനെ എല്ലാരും വിളിച്ചോണ്ടിരുന്ന പാലമുട്ടിൽ സാലെന്നാണ്. ഒരു അനിയനും ഉണ്ടായിരുന്നു. ഇവളെ സ്വഭാവം കൊണ്ട് അവർക്ക് ആകെ ബുദ്ധിമുട്ടായിരുന്നു. പ്രായം ഓടി വരുമ്പോഴും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. തന്റെ ശരീരഭംഗി പ്രദർശിപ്പിക്കുന്നതിനൊന്നും നാൻസിക്ക് ഒരു മടിയുണ്ടായിരുന്നു. ശരീരഭാഗങ്ങൾ പുറത്തു കാണുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് ധരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഗ്രാമത്തിൽ സാധാരണ ആരും കാണാത്ത അത്തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചു പള്ളിയിൽ പുറത്താണ് നാൻസിയെ നോക്കി നിൽക്കാൻ വയസ്സായ ആൾക്കാരും യുവാക്കളും എല്ലാം വഴിയരികിൽ നാൻസിയുടെ വരവിനായി കാത്തു നിൽക്കുമ്പോൾ വെള്ളം വെച്ചിട്ടുള്ള നാൻസി വെള്ളമെടുത്തുള്ള അവരുടെ തന്നെ 6 മണിയിലാണ് ആ സമയത്ത് നാൻസിയുടെ പള്ളി പ്രശസ്തമായ പുറത്തവി തന്നെയായിരുന്നു. അത് കാണുവാൻ യുവജനങ്ങളും മധ്യവയസ്കരുമൊക്കെ ആ പ്രായപ്പെടുത്തവയ്ക്കൊക്കെ എന്ത് കടകളിൽ സ്ഥാനം പിടിക്കുകയും അവരുടെ ഭയണ്ട് അവരുടെ മേനിയഴുകൊണ്ട് ആസ്വദിക്കുകയും തങ്ങളുടെ കൈപ്പണികൾ ചെയ്ത് സഹായപ്പെടുകയും ചെയ്തിരുന്നു. അവർക്ക് എറണാകുളം തൊട്ടി ഇൻട്രസ്റ്റ് ബസ്സുകൾ ഓടിത്തുടങ്ങുന്ന കാര്യം കണ്ടക്ടർമാരും ഡ്രൈവർമാരും കിഴികളുമൊക്കെ യുവതികളുടെ ഹരമായ ആ സമയത്ത് നാൻസിയും ഈ കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും വരയിലാക്കപ്പെടുകയും അവരിൽ പലരുമായി പ്രേമത്തിൽ ആവുകയും ചെയ്തത്. ഇവരെല്ലാം തന്നെ ഇവരെല്ലാവരും ഈ കാര്യം പരസ്പരം പറയുകയും ഇവളെ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയുള്ള സമയത്ത് അവരെ കണ്ടുകളയും. അവളെ ബസ്സിന്റെ ഷട്ടിലൊക്കെ താത്തി ഓരോരുത്തരും മാറി മാറി കണ്ടിട്ട് അനിയാക്കുകയും ചെയ്യുമായിരുന്നു. ഇതൊക്കെ നാട്ടിലും പാട്ടായി. പക്ഷേ നാൻസിക്ക് വലിയ പൊഴുക്കൊന്നുമില്ല. കാരണം
നാൻസിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അപ്പന്റെ അമ്മയുടെ വഴക്കും അപ്പന്റെ വഴക്കും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളും ഇതൊക്കെ സമ്മർദ്ദം മൂലം നാൻസി ഭാഗസമ്മർദ്ദനായി. നാൻസിയുടെ മറ്റുകാരുടെയും പലരുടെയും വിവാഹങ്ങൾ നടക്കുകയും നാൻസിയുടെ മാത്രം നടക്കാറുണ്ടെങ്കിൽ വീട്ടുകാർ നാൻസിയെ കൂടുതൽ വഴക്കുകളെയും നാൻസിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുവാൻ പള്ളികളിൽ കൂടുതൽ ചെലവഴിക്കുകയും സൺഡേ സ്കൂളിൽ അധ്യാപികയാക്കുകയും ചെയ്തു. നാൻസി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് നാൻസിയുടെ ഭാഗ്യത്തിനാണോ നിർഭാഗ്യത്തിനാണോ ഒരു പ്രത്യേക അച്ഛൻ ഒരു സെന്റ് തോമസ് മൗണ്ട് ചർച്ച് എന്നാണ് പള്ളിയുടെ പേര്. അതിന്റെ വികാരിയായിട്ടാണ് പതിയ സെബാനച്ചൻ പുതിയ വിവാഹമായ അതിസുന്ദരനായ അച്ഛനെ തോന്നും. ശരിക്കും അച്ഛനാണെങ്കിലും ചെറുപ്പക്കാരനായ ചുവടുകൊള്ള എന്തിനു വേദന സ്പോർട്സിൽ താല്പര്യം മന്റെ കായപരമല്ല ആ അച്ഛൻ ആ തടിയുടെ വികാരിയായി എത്തുന്നു. സ്വാഭാവികമായും നാൻസി അച്ഛനെ കണ്ടപ്പോൾ നാൻസിക്ക് ചെറിയ ഇളക്കം തുടങ്ങി. എങ്ങനെയെങ്കിലും അച്ഛനെ വരുതിയിലാക്കുകയായിരുന്നു നാൻസിയുടെ അടുത്ത ഉദ്ദേശം. നാട്ടിലുള്ള പൂവാരന്മാർ പലരും ഇതിനിടയ്ക്ക് നാൻസിയെ സമീപിച്ചെങ്കിലും നാട്ടിലുള്ള ആരെയും നാൻസി പഠിപ്പിച്ചാറില്ല. അക്കാരണങ്ങൾക്കും തന്നെ സൺഡേ സ്കൂളിലെ മധ്യത്തെ അവർ എല്ലാം പൂവാരന്മാരാണ്. അവന്മാരൊക്കെ ട്രൈ ചെയ്തിട്ടും നാൻസിയോട് ആരെയും ഒന്നും പെടാതെ മാറുന്നു. സെബാൻ അച്ഛനാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ പള്ളിയിൽ ഷട്ടിൽ കളിക്കുകയും അതിനൊരു റട്ട്ലർ സ്റ്റേഡിയം ഉണ്ടാക്കുകയും ചെയ്തു. യുവജനങ്ങളൊക്കെ അവിടെ അച്ഛൻ്റെ കൂടെ വന്നു വൈകുന്നേരങ്ങളിൽ ഷട്ടിൽ കളിക്കുകയും ചെയ്തു. അച്ഛൻ്റെ ഷട്ടിൽ കളിക്കുന്നതിന് അച്ഛൻ പറയുന്ന ഒരു വാചകമുണ്ട്. അതിന് ഷട്ടിൽ ഫിനിഷ് ചെയ്യാൻ പറഞ്ഞ വർഗീസുമായി പോലോ ഒരാളോട് പറയുന്നു, വർഗീസ് ഇതാണ് പ്രാവേര്. അത് ആ നാട്ടിൽ വളരെ പ്രശസ്തമായ ഒരു വേർഡായിട്ടുണ്ട്. അതൊക്കെ പതുക്കെ നമ്മുടെ നാൻസി പള്ളിയിലേക്ക് കൂടുതൽ തിരിയും അച്ഛന്റെ സാമീപ്യത്തിനായി ഒതുക്കുകയും ചെയ്തു. വൈകുന്നേരങ്ങളിൽ ശക്തി കളിക്കുമ്പോൾ അവിടെ അവിടെ നീക്കുകയും രാവിലെയും ചെല്ലുന്ന പതിവായും കുർബാന പോവുകയും അങ്ങനെ നാൻസി ഇപ്പോൾ കൂടുതൽ സമീപവും പള്ളിയിലാണ്. നേരത്തെ വീട്ടുകാരുടെ നിർബന്ധത്തിൽ മാത്രം പള്ളിയിൽ പറഞ്ഞ നാൻസിയുടെ മാറ്റം വീട്ടുകാരെ സന്തോഷത്തിലാക്കി. പള്ളിയിൽ അച്ചു തിരക്കിനിടയിൽ അച്ഛനുമായിട്ട് സംസാരിച്ച് നടക്കാൻ തുടങ്ങി. സംസാരിച്ച് നടക്കുന്നതിനിടയിലും നാൻസി തന്റെ ശരീരഭാഗങ്ങൾ അച്ഛന്റെ ദേഹത്ത് നട്ടിക്കുകയും ഉറസുകയും തന്റെ മുൻഭാവം അച്ഛന്റെ ദേഹത്ത് പതുക്കെ അമർത്തുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അച്ഛൻ ഇതൊന്നും മനഃപൂർവ്വമുള്ള അറിയാതെ സംഭവിക്കുന്ന ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇങ്ങനെ നാൻസി തന്റെ എല്ലാ ഇന്ത്യയും അവിടെ തരത്തിറക്കാൻ തുടങ്ങി. അച്ഛൻ അധികമൊന്നും ചെയ്യാതെ വളരെ മനോഹരമായി ഒഴിഞ്ഞു മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കേണ്ടതാണ്.
എൻ്റെ സ്കൂൾ അധ്യാപകരും സിസ്റ്റർമാരും വെച്ചാൽ വരാനും முடியும் വേളാങ്കണ്ണി പ്ലാൻ ചെയ്യും. വേളാങ്കണ്ണി ടൂറിനായി എല്ലാവരും പോകാൻ പള്ളിയിലെത്തുകയും അവിടെ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ് വേളാങ്കണ്ണിക്ക് പോകാൻ പുളിയത്തി ടവേഴ്സിന്റെ ടൂറിസ്റ്റ് ബസ്സിലാണ് അന്ന് അവർ വേളാങ്കണ്ണിക്ക് യാത്രയാണ്. ചെറിയൊരു 14 പേർക്കേക്കാവുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സായിരുന്നു അത്. മിനി ടൂറിസ്റ്റ് ബസ്. അങ്ങനെ യാത്ര ആരംഭിച്ചു. പാട്ടുകളും ആഹ്ലാദവും ഭയങ്കര ഡാൻസും. ഈ ഡാൻസിനിടയ്ക്ക് തന്നെ നമ്മുടെ നാൻസി അച്ഛൻ്റെ കൂടെ ഡാൻസ് ചെയ്യുകയും അച്ഛൻ്റെ സ്ഥലത്ത് പിടിച്ചേർത്തവൻ മാക്സിയും അച്ഛനും ചെയ്യുകയും ചെയ്തു. അതൊരു ഡാൻസിയായി കുറേയായി വൈകിട്ട് ഡാൻസ് കഴിഞ്ഞ് അവരുമായിട്ട് ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ ഫുഡ് കഴിച്ച ശേഷം തിരിച്ച് വണ്ടി കയറി നാൻസി എന്തോ ടോയ്ലറ്റൊക്കെ പോയി താമസിച്ചു. വന്നപ്പോൾ ബാക്കി എല്ലാ സീറ്റും ഫില്ലായി. ആദ്യം ഉള്ളത് അച്ഛൻ്റെ അടുത്ത് വരൂ സീറ്റ്. നാൻസി ഒരു സിസ്റ്ററിന്റെ അടുത്ത് ചെന്ന് നീങ്ങിയിരിക്കാൻ പോയപ്പോൾ സിസ്റ്റർ നാൻസി അച്ഛൻ്റെ ഒരു സീറ്റ് വരും, നീ അവിടെ പോയിരുന്നു. അച്ഛനല്ലേ? നാൻസി അത് പറയുവാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുത്ത് ഇരിപ്പിടം ഉറപ്പിച്ചു. നാൻസി സീറ്റിൽ തന്നിരുന്നു. അച്ഛൻ സൈഡിലേക്ക് മാറി മരിഞ്ഞിരുന്നു. അവരുടെ യാത്ര തുടങ്ങുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. യാത്ര പുരോഗമിച്ചു. വെള്ളം തീരാനും കഴിഞ്ഞു. നാൻസിയുടെ ശരീരം അച്ഛൻ്റെ ശരീരമായി ഉയർത്തുകയും ആ ഗ്യാപ്പ് കുറേശ്ശെ ഇല്ലാതാവുകയും ചെയ്തു. വണ്ടിയുടെ സൈഡിലും വളവുകളും തീരവും ഒക്കെ തന്നെയും തോറും ഇവരുടെ ശരീരങ്ങൾ വളർത്തണം. അവരുടെ ഫലം തുടങ്ങി. നാൻസിക്ക് overcome വന്നില്ല. അച്ഛൻ മാക്സിമം നാൻസിയിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അജയിച്ചില്ല. നാൻസിയാട്ടെ ഭയങ്കരയും അച്ഛനോട് ചേർന്ന് തന്റെ തണുപ്പാൻ ശ്രമിച്ചു. വളരെ കഴിഞ്ഞപ്പോൾ എല്ലാവരെയും വയറ്റില് ഓർത്താക്കുകയും ചെയ്താണോ വണ്ടിയുടെ ഫലം ഭയങ്കര ആവശ്യമാണുള്ളത്. അച്ഛൻ ചേർന്നിരിക്കാൻ ശ്രമിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ തന്റെ ശരീരം പൂർണ്ണമായിട്ടും മച്ചന്റെ കമർത്തി സ്ഥിരൻ മച്ചന്റെ പ്രവറി തല ചായച്ചു മൈനുകൾ അവരെ അറിയിച്ചു. ഇതിനിടയ്ക്ക് പ്രവർത്തനം അച്ഛൻ പൂർണ്ണം പോകുന്നു. അച്ഛൻ പെട്ടെന്ന് ഓർക്കത്തം ഞെട്ടുന്നു. അപ്പോൾ പാൻറിന്റെ സെബിലൂടെ എന്തോ ഇനായുന്ന പോലെ അച്ഛൻ പതുക്കെ കൈകൊണ്ട് പിടിച്ചപ്പോൾ അത് നാൻസിയുടെയോ കൈകളായിരുന്നു. നാൻസിയെയോ പാൻറിന്റെ സിബിളായി പതുക്കെ തന്റെ അച്ഛന്റെ ഒട്ടനിലേക്ക് വെയിലേയും ഓടിച്ചു. കൈകൾ ഇതെടുക്കാൻ ശ്രമിച്ചെങ്കിലും ക്രമേണ അച്ഛന്റെ ഇത് കുറഞ്ഞു കുറഞ്ഞത്. അച്ഛൻ പോകുന്നു അനിർവചനീയമായ ആനന്ദത്തെ ലയിച്ച് കണ്ണിന് വരച്ച് സീറ്റിൽ ചാരിക്കിടന്നു. ഇതിനിടയ്ക്ക് സെലിൻ അച്ഛന്റെ കൈകളെടുത്ത് എന്റെ മടിയിലേക്ക് അച്ഛൻ അച്ഛന്റെ കൈകളും പതുക്കെ ചലിക്കാൻ തോന്നി. 2000 കണ്ണുകൾ അടച്ചു ആ സീറ്റിൽ നിന്നും അനുവർജനീയമായ ആനന്ദത്തിനാറാടി തന്റെ നനിരം തങ്ങാറ്റുള്ള പേരും ഇറങ്ങി. ആ രാത്രിയിൽ ആ രൺഭൈരൻ
Wasaka kay lemasyan mo at para sa kay mari at chen at session tiritsit martilitiya at chenum setting him otherwise alkaire mo nil power for a little mandama panira power open at chen man sinman but kaya hagalan mo tayo Nancy katam macam gondol waktu nilaikin palikaring na rin murigi Nancy cik itu saling janda nila Nancy macam neng wala de ati cem ada neng our what do I from antinet kan സംസാരിക്കാൻ ആരുമില്ലാത്തവർ നേരം അതായത് ഉച്ച സമയത്ത് മറ്റിന്റെ പൗരമേരേശം അവരെ ആ സമയത്ത് ആരും കാണില്ല എന്ന് അച്ഛന്റെ മുകളിൽ ചെന്ന് വാതിലിന്റെ വെമ്പം അച്ഛൻ വാതിൽ തുറന്നു നാൻസി അച്ഛനെയും അച്ഛനെ തള്ളി മാറ്റി തട്ടുന്ന പുറമിന്റെ അകത്തേക്ക് കയറി അച്ഛൻ അലച്ചു നാൻസിയുടെ മുഴക്കുമ്പോൾ അച്ഛന്റെ മേശക്കകത്ത് പുറകുത്തി ഗ്ലാസ്സിൽ വൈൻ തുറന്നാട്ടിരിക്കുന്നുണ്ട് അച്ഛൻ വൈൻ കണക്ഷടിക്കുന്ന സമയത്താണ് നാൻസി അങ്ങോട്ട് ചെന്നത് നാൻസി ഉറക്കം ഒഴിച്ചില്ല ഗ്ലാസ് വൈൻ എടുത്ത് എന്താണ് എന്നെ ഉണ്ടാക്കുന്നത് എന്നെ ഇഷ്ടമാണ് എന്താണ് എന്നെ സംസാരിക്കാൻ പറ്റാത്തത് അച്ഛൻ തോന്നി നാൻസി ഇതൊന്നും ശരിയാവില്ല ഞാൻ അച്ഛനാണ് എന്റെ കടമ എന്റെ പ്രവർത്തിയം ഇതൊക്കെ നീ മനസ്സിലാക്കണം അതെന്റെ പറ്റിപ്പറയാറ്റായി ഇനി ഇതായത്തേക്ക് അച്ഛന്റെ വാക്കുകൾ കേട്ട നാൻസി അപ്പിക്കരഞ്ഞു അച്ഛനെ കെട്ടിപ്പറിച്ചു എന്നിട്ട് അച്ഛനെ അതൊക്കെ അച്ഛന്റെ വീട്ടിലേട്ടിരുത്തി ഇപ്പോൾ ഒരു ദൂരം കൂടി അച്ഛന്റെയും കണ്ടാകലിൽ അവരുടെ വീടും ആർഭത്തിലേക്ക് വളരെയും ചെയ്താണ് ഏകദേശം വളരെ മണിക്കൂറുണ്ടാവും വളരെ സന്തോഷമതിയായി നാൻസി പുറമേറിൽ നിന്ന് ഇറങ്ങി പറയുകയും ചെയ്തു അച്ഛൻ അന്ന് വൈകുന്നേരം ആന അരമനയിൽ ചെന്ന് തന്റെ റോഹയും തനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയുകയും ആ പെൺകുട്ടിയോട് പെൺകുട്ടിയോടൊത്ത് വിജയിക്കാൻ താല്പര്യം തെളിയിക്കുകയും ചെയ്യുന്നു അന്ന് വൈകുന്നേരം അവരും തന്നിരും കോളേജത്തിന് മൈനോറിലേക്ക് പോവുകയും കല്യാണം കഴിക്കുകയും അതിനുശേഷം പ്രദേശത്ത് നല്ല രീതിയിൽ അനുമയമായി കഴിയുകയും ചെയ്യും പിന്നീട് ഒരിക്കലും ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നില്ല പിള്ളേരെ ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി